നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കെ.ബി. ഗണേഷ് കുമാർ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം താറുമാറാക്കിയത്, കോംപ്രമൈസ് ആക്കി തരാന്ന് പറഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞത് ഉമ്മൻചാണ്ടിയാണ് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനെയും കടന്നാക്രമിക്കുന്നുണ്ട്. ചാണ്ടി കുഞ്ഞിനെ അറിയാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത് പോലെ സ്വന്തം ചെയ്തികളല്ല സ്വന്തം കുടുംബജീവിതം നശിപ്പിച്ചത്, അത് ഉമ്മൻചാണ്ടിയാണെന്നാണ്. അറിയില്ല. കെ.ബി. ഗണേഷ് കുമാർ അത് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറൊന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷേ കെ.ബി. ഗണേഷ് കുമാർ ഒന്ന് പുതുപ്പള്ളിയിൽ പോകണം, രാത്രിയിലെങ്കിൽ രാത്രിയിൽ. എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ അടക്കം ചെയ്ത അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ, അതായത് ഇപ്പോഴും ആളുകൾ പുതുപ്പള്ളി പുണ്യാളനൊപ്പം തന്നെ കാണുന്ന യശശരീരനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ ഒന്ന് സാഷ്ടാംഗം വണങ്ങണം. കൈയെടുത്ത് വണങ്ങുമ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന പേടിയുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് വണങ്ങുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, എന്താണ് ഇപ്പോൾ പ്രശ്നം? ഇലക്ഷൻ അടുത്തു. ഗണേഷ് കുമാർ തന്നെ പറയുന്നത്, ഇലക്ഷൻ അടുക്കുമ്പോൾ ഇത്തരം സ്റ്റണ്ടുകളുമായി വന്നാൽ ഞാനും പറയും എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടിട്ട് ഇത്രയും കാലമായി, അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിലും, എനിക്ക് സോളാർ കേസൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് വന്ന തിരഞ്ഞെടുപ്പാണ് പി.വി. ജഗദീഷ് കുമാറും കെ.ബി. ഗണേഷ് കുമാറും കൂടി പത്തനാപുരത്ത്, ഭീമൻ രഘുവും കൂടി പത്തനാപുരത്ത് മത്സരിച്ച തെരഞ്ഞെടുപ്പ്. അന്നും ചർച്ചാ വിഷയം ഈ പറയപ്പെടുന്ന സോളാർ കേസ് തന്നെയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, MC റോഡിൽ ആരംഭിച്ച് നാഷണൽ ഹൈവേയിലൂടെ കടന്ന് പത്തനാപുരത്തെത്തിയ ഒരു വലിയ ജാഥയുണ്ടായിരുന്നു. അതായത് ഈ പി.വി. ജഗദീഷ് കുമാറിനെ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആനയിച്ചു കൊണ്ടുപോയ ഒരു തിരഞ്ഞെടുപ്പ്. അതായത് LDF-ലേക്ക് ചേക്കേറിയ കെ.ബി. ഗണേഷ് കുമാറിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു സിനിമാ താരത്തെ തന്നെ അന്ന് കോൺഗ്രസ് UDF അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും അന്ന് ജഗദീഷ് കുമാർ ആദ്യം പ്രസംഗിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൈയക്ഷരം എനിക്ക് നന്നായി അറിയാം. അപ്പോൾ ഈ 18 പേജുകളുള്ള സരിതയുടെ കത്ത്, പേജിൻ്റെ എണ്ണം കൂടിയത് എങ്ങനെ, അത് എഴുതിയത് ആര് എന്ന് കൃത്യമായി എനിക്കറിയാം എന്നുള്ളത്. അതൊരു പക്ഷേ ഈ രാഷ്ട്രീയത്തിൻ്റെതായ ആവേശത്തിൽ ജഗദീഷ് കുമാറിനെ കത്തിക്കയറിയതായിരിക്കും. എന്തായാലും സ്വന്തം കൈപ്പടയിൽ അങ്ങനെ ഒരു കത്ത് തിരുത്താനുള്ള മണ്ടലൊന്നും അല്ല ഗണേഷ് കുമാർ എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതായത് ഇത് ചാണ്ടിയുമൻ ഇപ്പോൾ പത്തനാപുരത്ത് പ്രസംഗിച്ചപ്പോഴാണല്ലോ ഗണേഷിന് കൊണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, പത്തനാപുരത്തെ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒരു മാധ്യമങ്ങളിൽ വരുന്ന ബൈറ്റിന്, ഫേസ്ബുക്ക് പോസ്റ്റിന് ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള കാർഡുകൾക്കൊക്കെ വലിയ റീച്ചായിരുന്നു. അതിന്മേൽ വരുന്ന കമൻറ്റുകൾ ഗണേഷ് കുമാറിനെ പോലെ ആകണം ഒരു മന്ത്രി, ഗണേഷ് കുമാറിനെ പോലെ ആകണം ഒരു ജനപ്രതിനിധി എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ, പത്തനാപുരത്തെ ചില ചാനലുകളിൽ വരുന്നതിൻ്റെ കമൻറ്റുകൾ ഒഴിച്ചു നിർത്തി മറ്റ് കമൻറ്റുകളെല്ലാം നോക്കിയാൽ ഗണേഷ് കുമാറിനെതിരെ വലിയ നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് KSRTC നന്നാക്കി എന്ന് പറയുമ്പോഴും KSRTC ജീവനക്കാർ എന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, മുമ്പ് വെക്കും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഈ കമൻറ്റിന് മൊത്തം KSRTCക്കാരുടെ കുടുംബക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് അവരുടേതായ പല കാരണങ്ങളുണ്ട്. KSRTC മോട്ടോർ വാഹന വകുപ്പിലൊക്കെ ഇദ്ദേഹം ഏർപ്പെടുത്തിയ ചില സ്ട്രിക്റ്റ്, അത് അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കാര്യം. രാഷ്ട്രീയപരമായ കാര്യം പൊതുജനങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശമുള്ള കാര്യം തന്നെയാണ്. ആരായിരുന്നു ഉമ്മൻചാണ്ടി കേരള ജനതയ്ക്ക് എന്ന് അദ്ദേഹത്തിൻ്റെ മരണം, ജീവിച്ചിരുന്നപ്പോൾ ഇനി ഉമ്മൻചാണ്ടി അടുത്തറിയാത്ത ആളുകൾക്ക് ആരായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കൃത്യമാക്കി കാണിച്ചു കൊടുത്തത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മരണം. 3 ദിനരാത്രങ്ങൾ എടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തെ പുതുപ്പള്ളിയിലേക്ക് എത്തിയ ഒരു വിലാപയാത്ര. ആ വിലാപയാത്രയ്ക്ക് ശേഷം അദ്ദേഹം അവിടെ പള്ളി അധികാരികൾ അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ കല്ലറ ഒരുക്കി അദ്ദേഹത്തെ അവിടെ അടക്കം ചെയ്യുകയാണ്. അന്നൊരിക്കലും സഭയോ പുതുപ്പള്ളി പള്ളിയുടെ അധികാരികളോ വിചാരിച്ചിട്ടുണ്ടാകില്ല ഈ കല്ലറ തേടി ഒരുപാട് പേരെത്തുമെന്ന്. അവരവരുടെ ആ പുതുപ്പള്ളിയുടെ ഒരു ബ്രാൻഡ് അംബാസഡർ, അല്ലെങ്കിൽ പുതുപ്പള്ളിയുടെ ബ്രാൻഡ് അംബാസഡർ, അല്ലെങ്കിൽ പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ്, പുതുപ്പള്ളിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ വലിയ മനുഷ്യന് ആദരസൂചകമായി അവരുടെ പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ അടക്കുമ്പോൾ അവിടെ അടക്കം ചെയ്യുന്ന സെമിത്തേരിയുടെ അടുത്ത് പള്ളിമുറ്റത്ത് ഒരു പ്രത്യേക സ്ഥലം അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഞായറാഴ്ചകളിൽ പുതുപ്പള്ളിയിൽ പുണ്യാളനെ കണ്ട് പ്രാർത്ഥിക്കാൻ ഓടിയെത്തുമായിരുന്ന അവരുടെ കുഞ്ഞുഞ്ഞിന് വേണ്ടി. അതിനുശേഷം കണ്ട കാഴ്ച എന്താ? ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം 40 ദിനരാത്രങ്ങൾക്കപ്പുറം കടന്നു വരുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പുണ്ട് പുതുപ്പള്ളിയിൽ. ഞാനൊക്കെ ഒരു 10-12 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്ത ആളാണ്, എൻ്റെ ജോലിയുടെ ഭാഗമായി. അന്നൊക്കെ ഞങ്ങൾ വൈകുന്നേരം പുതുപ്പള്ളി പള്ളിയിൽ പോയിരിക്കും. കാരണം ആര് വന്നാലും ഒരു ബൈറ്റ് എടുക്കാൻ, സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയൊക്കെ ബൈറ്റ് എടുക്കാൻ നമ്മൾ ഈ പല പഞ്ചായത്തുകളിലൂടെയൊക്കെ ഓടി നടക്കണം. പക്ഷേ ചാണ്ടി ഉമ്മൻ തുടങ്ങുന്നത് ഈ കല്ലറയില്ല, പ്രചരണം അവസാനിപ്പിക്കുന്നത് ആ കല്ലറയില്ല.
സ്ഥാനാർത്ഥിയെ കാണാനല്ല അവിടേക്ക് ഒരു നേതാക്കന്മാരും ഒഴുകിയെത്തിയത്. അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ കല്ലറയിലെത്തി ഒരു റോസാപ്പൂ വെച്ച് പ്രാർത്ഥിക്കാനാ. പൊടിക്കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ഹൃദയം കൊണ്ട് എഴുതി, രക്തം കൊണ്ട് കുറിപ്പുകൾ എഴുതി, ചിത്രങ്ങൾ വരച്ചു നൽകി, മധുരപലഹാരങ്ങൾ കൊണ്ടുവച്ചു. ഒരു മനുഷ്യന്റെ കല്ലറയെ, ഒരു മനുഷ്യ ദൈവത്തിന്റെ കല്ലറയ്ക്ക് പോലും ഇല്ലാത്ത പ്രാധാന്യം അവിടേക്ക് ഒഴുകി വരികയാണ്. ഞാൻ അവിടെ ഒരു ദിവസം പുതുപ്പള്ളി പള്ളിയിൽ ആ സെമിത്തേരിയുടെ തിട്ടയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ക്യാമറമാനുണ്ട്, എൻ്റെ ക്രൂ ഉണ്ട്. ഒരു ആംബുലൻസ് വന്ന് നിൽക്കുന്നു. ഞാൻ ചോദിച്ചാൽ പള്ളിമുറ്റത്ത് എന്താണ് ആംബുലൻസിൻ്റെ കാര്യം? അതിൽ നിന്ന് ഒരു മനുഷ്യൻ, അയാൾക്ക് എഴുന്നേൽക്കാൻ വയ്യ, അയാളെ ഒരു സ്ട്രക്ചറിൽ, ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, നവകേരള ന്യൂസിൽ ഞാൻ ആ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുവന്ന് അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് എഴുന്നേറ്റിരിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം. പക്ഷേ എന്തിനാണ്? പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിനോട് പ്രാർത്ഥിച്ചാൽ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് മനുഷ്യർക്ക് സഹായം ചെയ്ത ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശക്തി ഉണ്ടാകും, എൻ്റെ അസുഖങ്ങൾ മാറും. ആ വിശ്വാസത്തിലേക്ക് അവിടെ ഒഴുകിയെത്തിയവർ എത്രയോ പേർ കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ നടുവേദന മാറിയെന്ന് വിശ്വസിക്കുന്നവരെയൊക്കെ കഴിഞ്ഞ ചരമവാർഷികത്തിന് ഞാൻ അതിനെയൊന്നും വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഞാൻ പറയാണ്, ആളുകളുടെ വൈകാരികമായ അടുപ്പമാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട്, തേങ്ങിക്കരഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കേരള ജനത ആ AC ബസ്സിൻ്റെ മഞ്ഞു വീണ ചില്ലുകളിൽ നിർജീവമായി കിടക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മൃതശരീരത്തിനടുത്ത് നിന്ന് കേരള ജനതയോട് കൈകൂപ്പിക്കൊണ്ട് ഈ 3 ദിനരാത്രങ്ങൾ നിന്നൊരു മകനുണ്ട്, ചാണ്ടി ഉമ്മൻ. പിന്നീട് ആ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാറിന് ലഭിക്കാത്തതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയുടെ ജനത ചാണ്ടി ഉമ്മനെ തിരഞ്ഞെടുത്തു. അവർക്ക് അവരുടെ OC ആയിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പുതിയൊരു COA ലഭിക്കുന്ന ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു പുതിയ നേതാവിനെ ലഭിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ പിന്നീട് ഒരു വലിയ ബ്രാൻഡായി മാറി. ചാണ്ടി ഉമ്മന് കേരള രാഷ്ട്രീയത്തിൽ, വൈഡ് രാഷ്ട്രീയത്തിൽ, വേണമെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ഇടപെടാനുള്ള പവർ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന അച്ഛൻ ചാർത്തി കൊടുത്ത പദവി. പക്ഷെ അയാൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അയാൾ സാധാരണക്കാർക്കിടയിലാണ് പ്രവർത്തിച്ചത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഓടി വോട്ട് പിടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. നമ്മൾ ജിൻഡോയോടൊക്കെ ചോദിച്ചതാ, ഇത് തുടങ്ങി വെച്ചത് ചാണ്ടി ഉമ്മനാ. ആ മണ്ഡലത്തിലെ പരമാവധി ആളുകളുടെ വീടുകളിലേക്ക് പാത്രം കഴുകാനല്ല കേട്ടോ, ചാണ്ടി ഉമ്മൻ ഓടിയെത്തി വിശേഷങ്ങൾ ചോദിച്ചു. ആ അപ്പയുടെ ആ മകൻ, ജനങ്ങളെ ചേർത്ത് പിടിച്ച ആ മകൻ പത്തനാപുരത്ത് വൈകാരികമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വാചകം പറയുകയാണ്, എൻ്റെ അച്ഛനെ, എൻ്റെ കുടുംബത്തെ ഉപദ്രവിച്ചതിൽ KB ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പാക്ക് എന്നെ പോലെ തന്നെ ഇഷ്ടമായിരുന്നു KB ഗണേഷ് കുമാറിന്റെ ചരിത്രം അതാണ്. കാട്ടുപത്തനാപുരം ആയിരുന്നു ഗണേഷ് കുമാർ. ഗണേഷ് എപ്പോഴും പറയുന്നതാണ്, കാട്ടുപത്തനാപുരത്തെ ആരാക്കി? ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന പത്തനാപുരം ഞാൻ പിടിച്ചു. ആര് പിടിച്ചു? ഗണേഷ് കുമാറോ? അച്ഛനാനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ് മകന്റെ മറ്റേടത്ത് തഴമുണ്ടാകണമെന്നുണ്ടോ? ഇല്ല. ആനയുള്ള കുടുംബത്തിൽ നിന്ന്, കീഴൂട്ട് കുടുംബത്തിൽ നിന്ന് 2 സീറ്റുകൾ UDF കേരള കോൺഗ്രസ് ബിക്ക് നൽകിയപ്പോൾ അവിടെ എൻ്റെ മകനെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആവേശത്തോടെ പത്തനാപുരത്തെ UDFകാർ, കോൺഗ്രസ്സുകാർ, അന്ന് കേരള കോൺഗ്രസ് M അടക്കമുള്ള പാർട്ടിയുണ്ട് അവിടെ, കേരള കോൺഗ്രസ് ജേക്കബ് ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഇവർ ആവേശത്തോടെ KB ഗണേഷ് കുമാറിനെ വരവേറ്റു. KB ഗണേഷ് കുമാറിനെതിരെ പടച്ചു വിട്ട വാർത്തകൾ അന്ന് അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരനും KSUക്കാരനും ഒക്കെ ചില മാഗസിനുകൾ, ചില വീടുകളിൽ നിന്ന് രാവിലെ പത്രക്കാരൻ ഇട്ടിട്ട് പോകുമ്പോൾ എടുക്കലായിരുന്നു അവരുടെ ഡ്യൂട്ടി. കാരണം ഇയാളുടെ കഥകൾ എഴുതി വിടുക ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന്റെ തോളത്താ കൈയിട്ടിരുന്നോണ്ടാ ഇപ്പൊ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറിനെ കുറ്റം പറയുന്നത്. എന്താ ആരോപണം? ഉമ്മൻചാണ്ടി സാർ KB ഗണേഷ് കുമാറിന്റെ കുടുംബം തകർത്തു എന്ന്. ഉമ്മൻചാണ്ടി സാറാണ് രാത്രിയിൽ മന്ത്രിഭവനത്തിൽ കയറി വന്ന് പട്ടാപ്പകൽ കറക്കുറ്റി അടിച്ചു പൊട്ടിച്ചതെന്ന് പറയാത്തത് എന്തേ എന്ന ചോദ്യമാണ് പത്തനാപുരത്തുകാരൻ ചോദിക്കുന്നത്. കാരണം അതൊക്കെ പ്രതീക്ഷിക്കാം ഗണേഷ് കുമാറിന്റെ അടുത്ത്. ഈ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭരണകർത്താവാണ്, അല്ലെന്ന് പറയുന്നില്ല. ഒരു 100 രൂപയുടെ കാര്യം ചെയ്താൽ അത് 1000 രൂപയുടെ കാര്യമാണെന്ന് അവതരിപ്പിക്കുക, അതൊരു ക്വാളിറ്റി ആകട്ടോ, അതുണ്ടാകണം ഓരോ രാഷ്ട്രീയ നേതാവ്. അങ്ങനെ കാണിക്കാൻ മിടുക്കനാ. പിന്നെ എന്തുകൊണ്ട് വീണ്ടും 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 പത്തനാപുരത്ത് ജയിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് UDFന്റെ ബലഹീനത എന്ന് മാത്രമേ ഞാൻ പറയൂ. UDFന്റെ ഒത്തൊരുമയില്ലായ്മ, അനാവശ്യമായ ഗ്രൂപ്പ് തർക്കം. കഴിഞ്ഞ തവണ ഇടത് തരംഗം കേരളം അങ്ങും ആഞ്ഞടിച്ചപ്പോൾ കേവലം 14,000 ഇഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ജനനായകൻ, അങ്ങനെയാണല്ലോ പറയുക, ജനപ്രിയൻ. മലയാളത്തിൽ 2 ജനപ്രിയന്മാരേ ഉള്ളൂ, ഒന്ന് ദിലീപ്, ഒന്ന് KB ഗണേഷ് കുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടി ഉമ്മൻ ചോദിച്ചു വെച്ചു. ചാണ്ടി ഉമ്മന്റെ ഗ്രൂപ്പുകാരനൊന്നും അല്ല കേട്ടോ അവിടെ മത്സരിക്കാൻ നിൽക്കുന്നവരെ. ചാണ്ടി ഉമ്മന് പ്രത്യേകിച്ച് താല്പര്യവും ഇല്ല, ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുമായിരിക്കില്ല ചാണ്ടി ഉമ്മൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. ആ വേദിയിൽ അദ്ദേഹം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന പേരുകാരൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ സങ്കടം തുറന്നു പറയുകയാണ്. എൻ്റെ അപ്പാക്ക് എന്നെ പോലെ സ്നേഹമുണ്ടായിരുന്ന മറ്റൊരാൺമകനായിരുന്നു. ആദ്യഘട്ടത്തിൽ ജയിച്ചു വന്നപ്പോൾ ആദ്യം തന്നെ പിടിച്ച് മന്ത്രിയാക്കി AK ആന്റണി മന്ത്രിസഭയിൽ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പത്തനാപുരത്തിൽ വികസനത്തിന്റെ പെരുവഴിയായിരുന്നു. KB ഗണേഷ് കുമാറിന്റെ ദിവസം ചോദിച്ചത് എന്തും കൊടുത്തു. KM മാണി സാർ താലൂക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ പത്തനാപുരം താലൂക്ക് ഇല്ല. ഉമ്മൻചാണ്ടി ഒരു കൊച്ചു കീറ പേപ്പർ വലിച്ചെടുത്ത് അതിലെഴുതി പത്തനാപുരം താലൂക്ക് KM മാണിക്ക് കൈമാറി. അവിടെ ഇല്ലാത്ത ലിസ്റ്റിലെ പേര് തുണ്ടു പേപ്പർ വെച്ച് വിളിച്ചിട്ടാണ് പത്തനാപുരം താലൂക്ക് എന്നൊരു താലൂക്ക് ഉണ്ടാവുന്നത്. പിന്നീട് ഇയാൾ എന്താ പ്രസംഗിച്ച് LDF പോയിട്ട് മീനില്ലാതെ മീൻകറി വെക്കുന്നവർ, കമ്പിയില്ലാതെ പാലം പണിയുന്നവർ, അവരാണ് UDF. UDFന്റെ മുഖ്യമന്ത്രി സഭയിൽ ഇരുന്നു കൊണ്ട് UDFകാർ കൊടുത്ത എത്രയോ പാലങ്ങൾ പത്തനാപുരം നിയോജക മണ്ഡലത്തിലുണ്ട്. ഇതെല്ലാം കമ്പിയില്ലാത്ത പാലങ്ങളാണോ ഗണേഷ് കുമാർ എന്ന് പത്തനാപുരത്ത് ജനത തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവരെന്ത് സഹിക്കും? പത്തനാപുരത്തിന്റെ പ്രബുദ്ധ ജനതയാ, കേരളത്തിന്റെ പ്രബുദ്ധ ജനതയിൽ ഇനി പിണറായി വിജയൻ പോലും ആ രാഷ്ട്രീയ മര്യാദ കാണിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിനോട് മരണത്തിന് ശേഷം. മരണത്തിന് മുമ്പ് കാണിച്ചതൊക്കെ നമുക്കറിയാം, മരണശേഷം. കാരണം ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ 10 മടങ്ങ് കരുത്തനാണ് മരണപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന ഉത്തമ ബോധ്യം ഇടതുപക്ഷക്കാർക്കുണ്ട്. തെളിയിച്ചതാണ് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ. പലയിടങ്ങളിലും സാധാരണക്കാര് ദൈവം പോലെ നെഞ്ചേറ്റുന്ന നേതാവിന്റെ പേരാണ് ഉമ്മൻചാണ്ടി. അവിടെയാണ് KB ഗണേഷ് കുമാർ മിണ്ടരുതായിരുന്നു. രാഷ്ട്രീയത്തിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് KB ഗണേഷ് കുമാറിന്റെ ഈ പ്രസ്താവന. ചാണ്ടി ഉമ്മന് മറുപടി കൊടുക്കാൻ പോകരുതായിരുന്നു. ഇന്ന് ഞാൻ KB ഗണേഷ് കുമാറിന്റെ ഒരു പോഡ്കാസ്റ്റ് കാണുകയായിരുന്നു, മറുനാടൻ മലയാളിയിൽ. ഗണേഷ് കുമാറിന്റെ വലിയ വിമർശകനായി കഴിഞ്ഞ കുറേ കാലമായി ഷാജൻ സ്കറിയ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ മറുനാടനിൽ ഇങ്ങനെ പ്രൊമോ പോവുകയാണ് KB ഗണേഷ് കുമാറിന്റെ ഇന്റർവ്യൂ. അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു മന്ത്രി, അങ്ങനെ മാധ്യമങ്ങൾക്കൊന്നും പോയി ഒരു ചോദ്യോത്തര വേളയിൽ ഇരുന്നു കൊടുക്കാത്തൊരു മന്ത്രി പ്രസ് മീറ്റുകളൊക്കെ വിളിക്കും, അദ്ദേഹം കഥ പറയും, ചില മാധ്യമങ്ങളെ കാണും, എന്നാൽ തിരികെ ചോദ്യം വരും എന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ മുന്നിൽ KB ഗണേഷ് കുമാറിന്റെ ഒരു ഇന്റർവ്യൂവിന് കണ്ടിട്ട് ഒരുപാട് കാലമായി. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് നേരെ ചൊവ്വയിൽ മനോരമയിൽ ഒരു ഇന്റർവ്യൂ മാത്രമാണ് KB ഗണേഷ് കുമാറിന്റെ. ഷാജൻ സ്കറി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ചേ കണ്ടുള്ളൂ, ബാക്കി കാണണം രാത്രി. അദ്ദേഹം പറയുന്നതൊക്കെ സുരേഷ് ഗോപിയെ പറഞ്ഞതൊക്കെ തമാശയാണെന്ന്. അവൻ എൻ്റെ സുഹൃത്തല്ലേ, അവനെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയാം. സുരേഷ് ഗോപിയെ എന്തൊക്കെയാണ് വ്യക്തിപരമായി ആക്ഷേപിച്ചത്? അവസാനം ആ മറ്റേ മോൻ എന്ന് വിളിക്കേണ്ടി വന്നില്ലേ സുരേഷ് ഗോപിക്ക്? ആ ഭാഷയോട് ഞാൻ യോജിക്കുന്നില്ല എങ്കിൽ പോലും. അപ്പം പുള്ളിക്കെല്ലാം തമാശയാണ്. പുള്ളി എന്താ പറയുന്നത്? പുള്ളിയുടെ കുടുംബം തകർന്നത്രേ. ആര്? ഉമ്മൻചാണ്ടിയോ? ആ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നോക്കിയത്. ഗാർഹിക പീഡനത്തിന് ഒരു മന്ത്രിയുടെ പേരിൽ കേസ് എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്താ പറയണ്ടേ? രാജിവെക്കാൻ പറയണം. ആ ധാർമ്മികതയാണ് ഉമ്മൻചാണ്ടി അന്ന് കാട്ടിയത്. ഇനി ഉമ്മൻചാണ്ടി തിരികെ എടുക്കാൻ തയ്യാറായിരുന്നു. ആരാ സമ്മതിക്കാഞ്ഞേ? സമ്മതിക്കാഞ്ഞ ആളുടെ പേര്, രാഷ്ട്രീയ നേതാവിന്റെ പേര് R ബാലകൃഷ്ണപിള്ള എന്നാണ്. പിന്നീട് രാഷ്ട്രീയ കേരളം എന്തെല്ലാം കണ്ടു. വന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടിയെ സോളാർ കേസിലെ പരാതിക്കാരിയുമായി ബന്ധപ്പെടുത്തി എന്തെല്ലാം നികൃഷ്ട കഥകൾ ഇവർ പഠിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഓരോ നേതാവിന്റെയും പേരിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചെറുപ്പക്കാരുടെ പേരിൽ എന്തെല്ലാം കഥകൾ. പക്ഷെ പുള്ളിയുടെ പേര് മാത്രമില്ല. CBI റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞു ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളത്, CBI അതിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് KB ഗണേഷ് കുമാർ എനിക്കറിയില്ല, നിങ്ങൾ പരിശോധിക്കൂ എന്ന് പറയുമ്പോൾ CBI അന്വേഷണ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കണം. ജനകീയ കോടതി എന്ന പരിപാടിയിൽ സരിതാ നായർ പറഞ്ഞൊരു രക്തബന്ധത്തിന്റെ കഥ CBI അന്വേഷണ റിപ്പോർട്ടിലും ഉണ്ടെന്നാണ് കേട്ടുകേൾവി. ഞാൻ വായിച്ചിട്ടില്ല, ആരുടേതെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഒന്നു മാത്രം, ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തരാണ് മരണപ്പെട്ട ഉമ്മൻചാണ്ടി. അത് ഓർക്കുക. VD സതീശൻ പറഞ്ഞതുപോലെ പരാമർശം പിൻവലിക്കണം. പരാമർശം പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണം. അതാണ് രാഷ്ട്രീയ മര്യാദ. പഴയ UDFകാരൻ്റെ കുപ്പായമുണ്ടല്ലോ. ഞാനൊക്കെ വോട്ടവകാശം കിട്ടുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ UDFന്റെ MLA ആയിരുന്നു KB ഗണേഷ് കുമാർ. ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അന്നത്തെ കാലത്ത് അത്രത്തോളം വികസനം കൊടുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പത്തനാപുരത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്താണ് ഉണ്ടാക്കിയത് എന്ന് കൂടി പറയണം. രസകരമായ ഇന്റർവ്യൂ ആണ് മറുനാടനിൽ, അത് കണ്ടു നോക്കണം. പത്തനാപുരത്തുകാരെല്ലാം ഇരുന്ന് കാണണം, ചിരിക്കും അവർ.